കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPIMന് അക്കൗണ്ട് ഉണ്ടെന്ന് ആവർത്തിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അക്കൗണ്ടിലൂടെ നടത്തിയ ക്രമക്കേടുകളുടെ വിവരങ്ങളുണ്ടെന്നും ഇഡി. കരുവന്നൂർ ബാങ്കിൽ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ട് ഇല്ലെന്ന് കെ രാധാകൃഷ്ണൻ MP ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാനു കെ സജീവാണ് ചേരുന്നത്. സാനു, ഇന്നലെയാണ് കെ രാധാകൃഷ്ണൻ MP ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനായി ഇഡിയുടെ ആസ്ഥാനത്ത് എത്തിച്ചിരുന്നത്. എന്നാൽ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി കരുവന്നൂർ ബാങ്കിൽ അത്തരത്തിലൊരു അക്കൗണ്ട് ഇല്ല എന്ന് തന്നെയാണ് കെ രാധാകൃഷ്ണൻ MP വ്യക്തമാക്കുന്നത്. അതേസമയം ഇഡി ആകട്ടെ അക്കൗണ്ട് ഉണ്ട് എന്നുള്ള ആ ഒരു വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട മറ്റെന്തെല്ലാം വിശദാംശങ്ങളാണ് പങ്കുവെക്കുന്നത്? കെ രാധാകൃഷ്ണൻ MP തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് കരുവന്നൂർ ബാങ്കിൽ ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നത് എന്നത് അടിസ്ഥാനത്തിലാണ് ഇന്നലെ കെ രാധാകൃഷ്ണൻ MP ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചത്. താൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയതിനെ കുറിച്ച് അറിവില്ല എന്നും അതിൽ CPIM ജില്ലാ കമ്മിറ്റിക്ക് പങ്കില്ല എന്നുമായിരുന്നു കെ രാധാകൃഷ്ണൻ MP അറിയിച്ചത്. ഇന്നലത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളെ കാണവേ ആ നിലപാട് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത്. ഇഡി അക്കൗണ്ടിലൂടെ നടത്തിയ ക്രമക്കേടുകളുടെ വിവരങ്ങൾ CPIM ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ നടത്തിയ ക്രമക്കേടുകളുടെ വിവരങ്ങൾ കയ്യിലുണ്ട് എന്ന് ഇഡി ആവർത്തിക്കുമ്പോഴും അത്തരത്തിൽ CPIM ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ട് ഇല്ല എന്ന് തന്നെയാണ് കെ രാധാകൃഷ്ണൻ MP വ്യക്തമാക്കിയത്. സാനു ചേരുന്നുണ്ട്. സാനു, എന്തായാലും ഇഡിയുടെയും രാധാകൃഷ്ണൻ MPയുടെയും വാദങ്ങൾ രണ്ട് തട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിശദാംശങ്ങളാണ് പങ്കുവെക്കാനാവുക? അതുല്യ, കഴിഞ്ഞ ദിവസം 8 മണിക്കൂറാണ് കൊച്ചി ED ഓഫീസിൽ കെ രാധാകൃഷ്ണൻ MPനെ ED ചോദ്യം ചെയ്തത്. അതായത് കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണനെ ED നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയത്. ഇതിനു മുമ്പ് 2 തവണ നോട്ടീസ് നൽകിയപ്പോഴും തനിക്ക് ഹാജരാവാൻ അസൗകര്യമുണ്ടെന്ന് ഇഡിയോട് കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കെ രാധാകൃഷ്ണൻ CPIMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ക്രമക്കേടുകളെ കുറിച്ച് അല്ലെങ്കിൽ അതിലുണ്ടായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇഡി ചോദ്യം ചെയ്തത്. എന്തായാലും 5 അക്കൗണ്ടുകളാണ് CPIMന്റെ പേരിലുള്ള 5 അക്കൗണ്ടുകളിലേക്ക് ഈ പണം എത്തി എന്നുള്ളതാണ് ഇഡി കണ്ടെത്തിയിട്ടുള്ളത്. അതായത് CPIMന്റെ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് പണം എത്തി എന്നാണ് ഇഡി കണ്ടെത്തിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ശേഷവും ഇന്ന് അല്പം മുമ്പും കെ രാധാകൃഷ്ണൻ ആവർത്തിച്ച് പറയുന്നത് CPIMന് കരുവന്നൂർ ബാങ്കിൽ അല്ലെ ജില്ലാ കമ്മിറ്റിക്ക് കരുവന്നൂർ സഹകരണ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല എന്ന് ആവർത്തിക്കുമ്പോൾ അങ്ങനെയല്ല, കരുവന്നൂർ സഹകരണ ബാങ്കിൽ പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ടെന്നും ഇഡി തറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അതായത് അതിന്റെ എല്ലാ രേഖകളും തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും ഇഡി വ്യക്തമാക്കുന്നു. എന്തായാലും ഒരു ഭാഗത്ത് ഇഡി പറയുന്നു തങ്ങളുടെ പക്കൽ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നെന്നും ആ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ടെന്നും ഇഡി ആവർത്തിക്കുമ്പോൾ അത് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലെന്നും തന്റെ കാലത്തും അതിനുശേഷവും കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് അക്കൗണ്ട് ഇല്ലെന്നും CPIMും അതേപോലെ തന്നെ കെ രാധാകൃഷ്ണൻ ആവർത്തിച്ച് പറയുകയാണ്. എന്തായാലും കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിയുടെ 2ാം കുറ്റപത്രം നൽകുന്നതിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇത്തരത്തിൽ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ടെന്നും ഇഡി ഉറപ്പിക്കുന്നു. കെ രാധാകൃഷ്ണന്റെ കാലത്ത് ഒരു അക്കൗണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് പാർട്ടി LC കമ്മിറ്റികൾക്കടക്കം, അതായത് ലോക്കൽ കമ്മിറ്റികൾക്കടക്കം അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടുകളിലേക്കാണ് പണം എത്തിയതെന്നാണ് ഇഡി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുല്യ.